ഇന്ദ്രേട്ടനിത് മനസ്സിൽ നിന്ന് കളയാൻ തയ്യാറായ ഈ പ്രശ്നം ഇവിടെ തീരും. അമ്മയുടെ പ്ലാനിങ് പൊളിയുകയും ചെയ്യും. അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഇന്ദ്രേട്ടനായിരിക്കും എന്ന് അമ്മയ്ക്ക് അറിയാം. അതാണ് ഇന്ദ്രേട്ടനെ കുറിച്ച് തന്നെ ഇങ്ങനെ പറഞ്ഞത്. ഇതിപ്പോ കൊച്ചുകുട്ടികളെ കളിപ്പിക്കാൻ നമ്മൾ പറയില്ലേ, നീ ഈ വീട്ടിലെ അല്ല, നിന്നെ പുഴയിൽ ഒഴുകി വന്ന് കിട്ടിയതാ, നിന്നെ കാക്ക കൊത്തിക്കൊണ്ടൊന്ന് മിറ്റത്തിട്ടതാ, വാഴക്കൂമ്പ് പോലെ കിളിർത്തു വന്നതാണെന്നൊക്കെ അങ്ങനെ പറയും പോലെ ആയിപ്പോയി. കേൾക്കുന്നവർക്ക് ഇതൊക്കെ ഒരു തമാശ, പക്ഷെ അനുഭവിക്കുന്നവരുടെ വേദന എത്രയാണെന്ന് ആർക്കും മനസ്സിലാവില്ല. ഇന്ദ്രേട്ടാ, ഇതൊന്നും സത്യമല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. പിന്നെ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? ഏട്ടൻ അമ്മയുടെ മോനല്ലാന്ന് അമ്മ പറഞ്ഞ ഞങ്ങളും അമ്മയുടെ മക്കളല്ലെന്ന് ഞങ്ങളും പറയും. അതോടെ അമ്മയുടെ പ്രശ്നം തീരും. അതെ, അത്രേ ഉള്ളൂ കാര്യം. അങ്ങനെയല്ല, സത്യന്റെ സോനയുടെ കാര്യത്തില് ഞാൻ സാക്ഷിയാ. ഇവരെയൊക്കെ അമ്മ പ്രസവിക്കുന്നതും വളർത്തുന്നതും ഞാൻ കണ്ടതാ. പക്ഷേ എന്റെ കാര്യത്തില് അങ്ങനെ ഒരു സാക്ഷിയില്ല. അതെങ്ങനെ സാക്ഷിയില്ലാതെ വരും? നമ്മൾ ആരും ഇല്ലാത്തവരൊന്നും അല്ലല്ലോ. നമ്മുടെയൊക്കെ ബന്ധുക്കളില്ലേ, അമ്മയുടെ പ്രായത്തിലുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ സാക്ഷികളായിരിക്കുമല്ലോ. അതെ, എന്റെ അച്ഛനും ഇവിടുത്തെ അമ്മയൊക്കെ കൂട്ടുകാരെ പോലെ ആയിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ സുധനങ്ങളിൽ അറിയായിരിക്കുമല്ലോ. സത്യത്തിൽ അങ്ങനെ ഒരു ഏറ്റുപറച്ചിലിന്റെയോ ഉറപ്പുവരുത്തലിന്റെയോ ആവശ്യമൊന്നും ഇല്ല. എന്നാലും ഇന്ദ്രേട്ടന് സമാധാനം കിട്ടാൻ ഒരു സാക്ഷിയെ വേണമെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. അത് വേണം സത്യം. അമ്മ ഇനി ഒരിക്കലും തമാശയ്ക്ക് പോലും ഇങ്ങനെ പറയാൻ പാടില്ല. അതുകൊണ്ട് എനിക്കിതിനൊരു ഉറപ്പ് കിട്ടണം. അല്ലെങ്കിൽ മരണം വരെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല.